നമ്മൾ ബാങ്കിങ്ങിൽ ബാലൻസ് വരുന്ന ക്ലാസ്സസ് ആണ് പറയുന്നത്. അതിൽ നമ്മൾ എൻഡോഴ്സ്മെന്റും അതിന് ടൈപ്സ് വരെ കൈൻഡ്സ് ഓഫ് എൻഡോഴ്സ്മെന്റ് കൂടെ നമ്മൾ പറഞ്ഞു. ഇനി വരുന്നത് ഗാർണിഷി ഓർഡറിനെ കുറിച്ചിട്ടാണ്. ഗാർണിഷി ഓർഡറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഇനി എന്താണ് ഗാർണിഷി ഓർഡർ എന്ന് നമുക്ക് നോക്കാം. Order of the court directing a garnishee not to pay money to the judgment debtor since the latter is indebted to the judgment in the hands of a third person. എന്താണ് കോർട്ടിന്റെ ഒരു ഓർഡർ ആണ് ഗാർണിഷി ഓർഡർ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ഒരു ഓർഡർ ആണ്, കോർട്ട് ഓർഡർ ആണ് ഗാർണിഷി ഓർഡർ എന്ന് പറയുന്നത്. എന്താണ്? നോട്ട് ടു പേ ടു ദ ജഡ്ജ്മെന്റ് ഡെബ്റ്റർ. നമ്മൾ ആർക്കാണോ പ്രൊവൈഡ് ചെയ്യാനുള്ളത് ആ ഒരു വ്യക്തിക്ക് പേയ്മെന്റ് ഇപ്പോഴും ചെയ്യരുത്. ആ ഒരു വ്യക്തി എന്ന് പറയുന്ന ആൾ, ഇപ്പൊ എ എന്ന് പറയുന്ന ആള് ബി എന്ന് പറയുന്ന വ്യക്തിക്ക് പേയ്മെന്റ് ചെയ്യാനുണ്ട്. അപ്പൊ എ എന്ന് പറയുന്ന ആൾക്ക് അക്കൗണ്ടിൽ ഒരുപാട് ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് വരുന്ന എമൗണ്ട് എക്ക് പ്രൊവൈഡ് ചെയ്യരുത്. നിങ്ങൾ ഇപ്പോഴും എ റിലേറ്റീവ് വരുന്നിട്ട് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യണം. എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിക്ക് എമൗണ്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആകുന്നത് വരെ നിങ്ങൾ പേയ്മെന്റ് ചെയ്യരുത് എന്ന് ബാങ്കിന്റെ അടുത്ത് പറയുന്നതാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഗാർണിഷി ഓർഡർ ബാങ്കിന്റെ അടുത്ത് പറയുവാണ് പേയ്മെന്റ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത്. കോർട്ട് പറയുന്ന ഒരു ഓർഡർ ആണ്. അപ്പൊ എന്താണ്? നോട്ട് ടു പേ മണി ടു ദ ജഡ്ജ്മെന്റ് ഡെപ്റ്റർ. ജഡ്ജ്മെന്റ് ഡെപ്റ്റർക്ക് എമൗണ്ട് അവരുടെ സ്വന്തം അക്കൗണ്ടിലുള്ള എമൗണ്ട് പേയ്മെന്റ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. പേയ്മെന്റ് ചെയ്യരുത്. Not to pay money to the judgment debtor since the latter is indebted to the judgment in the hands of third person. വേറൊരാൾക്ക് എമൗണ്ട് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ പേയ്മെന്റ് ചെയ്യരുത് എന്നാണ് ഗാർണിഷി ഓർഡറിൽ പറയുന്നത്. The court directs the banker to stop payment out of the account of the judgment. കോർട്ട് ഡയറക്റ്റ് ചെയ്യുവാണ്, എന്തിന്? ബാങ്കിനോട് പറയുവാണ് സ്റ്റോപ്പ് പേയ്മെന്റ്. ആ ഒരു വ്യക്തിയുടെ അക്കൗണ്ട് റിലേറ്റ് വരുന്ന പേയ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കോർട്ട് ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഗാർണിഷി ഓർഡറിൽ വരുന്നത്. The banker who is the debtor to the judgment debtor is called garnishee. Banker who is the debtor to the judgment debtor. Judgment debtor എന്ന് വരുന്ന ആ ഒരു വ്യക്തിനെയാണ്, ജഡ്ജ്മെന്റ് ഡെപ്റ്ററിന്റെ ഡെപ്റ്റർ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ആ ഒരു ബാങ്കറിനെയാണ് നമ്മൾ ഗാർണിഷി എന്ന് പറയുന്നത്. ദ ഗാർണിഷി ഓർഡർ ഈസ് ഇഷ്യൂഡ് ബൈ ദ സിവിൽ കോർട്ട്. സിവിൽ കോർട്ടാണ് ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. ഗാർണിഷി ഓർഡർ ചെയ്യുന്നത് സിവിൽ കോർട്ടാണ്. ബാങ്കർ ഹു ഈസ് ദ ഡെപ്റ്റർ ടു ദ ജഡ്ജ്മെന്റ് ഡെപ്റ്റർ. ജഡ്ജ്മെന്റ് ഡെപ്റ്ററിന്റെ ഡെപ്റ്റർ ആയിട്ട് വരുന്ന ബാങ്കർ ആരാണോ ആ വ്യക്തിയാണ് ഗാർണിഷി ആയിട്ട് വരുന്നത്. അപ്പൊ ഗാർണിഷി ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാങ്കിന്റെ അടുത്ത് പറയുവാണ് നിങ്ങൾ ആ ഒരു അക്കൗണ്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേയ്മെന്റ്സ് ഒന്നും ഇപ്പോഴും ചെയ്യരുത്. കോർട്ട് ഒരു ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ കോർട്ടിന്റെ ഒരു ഓർഡർ ആണ് ഗാർണിഷി ഓർഡർ എന്ന് പറയുന്നത്. ഈ ഒരു അക്കൗണ്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേയ്മെന്റ്സ് ഒന്നും നിങ്ങൾ ഇപ്പൊ ചെയ്യരുത് എന്ന് പറയുന്നതാണ് ഗാർണിഷി ഓർഡറിൽ വരുന്നത്. ഗാർണിഷി എന്ന് പറഞ്ഞാൽ ബാങ്കിനെയാണ്, അല്ലെങ്കിൽ ബാങ്കർ ഹു ഈസ് ദി ഡെപ്റ്റർ ടു ദി ജഡ്ജ്മെന്റ് ഡെപ്റ്റർ. ജഡ്ജ്മെന്റ് ഡെപ്റ്ററുടെ ഡെപ്റ്റർ ആയിട്ട് വരുന്ന ബാങ്ക് ആരാണ്? ആ ഒരു ബാങ്കർ അല്ലാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗാർണിഷി എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? സിവിൽ കോർട്ടാണ് ഈ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. അതാണ് ഗാർണിഷി ഓർഡർ. ഈ ഗാർണിഷി ഓർഡർ ഈസ് ഇഷ്യൂഡ് അണ്ടർ ഓർഡർ 21. ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് ഓർഡർ 21 പ്രകാരമാണ്. റൂള് 46 ഓർഡർ 21 പ്രകാരമാണ് ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. ഏത്? സിവിൽ പ്രൊസീജിയർ കോഡ് 1908 പ്രകാരം 1908 സിവിൽ പ്രൊസീജിയർ കോഡിലെ റൂള് 46 പ്രകാരം ഓർഡർ 21 പ്രകാരമാണ് ഗാർണിഷി ഓർഡർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ഗാർണിഷി പ്രൊസീഡിങ്സ് ഹാസ് 2 പാർട്സ്. 2 പാർട്സ് ആണ് ഗാർണിഷി പ്രൊസീഡിങ്സിനുള്ളത്. ഓർഡർ നിസിയും അതേപോലെ തന്നെ ഓർഡർ അബ്സല്യൂട്ടും ആണ് 2 പാർട്സ് വരുന്നത്. ഓർഡർ നിസി എന്ന് പറയുന്നത് ഓൺ റിസീപ്റ്റ് ഓഫ് ഓർഡർ നിസി ബാങ്ക് ഈസ് ബൗണ്ട് ടു സ്റ്റോപ്പ് ഓപ്പറേഷൻ ഓഫ് ദ അക്കൗണ്ട്. ഓർഡർ നിസിന്റെ കേസിൽ എന്താ വരുന്നത്? ഓൺ റിസീപ്റ്റ് ഓഫ് ദ ഓർഡർ നിസി റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് എന്താ ചെയ്യേണ്ടത്? ബാങ്ക് ഈസ് ബൗണ്ട് ടു സ്റ്റോപ്പ് ഓപ്പറേഷൻ ഓഫ് ദ അക്കൗണ്ട്. ആ ഒരു ബാങ്ക് അക്കൗണ്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാങ്ക് ഓപ്പറേഷൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് ഓർഡർ നിസി പ്രകാരം നമ്മൾ ചെയ്യേണ്ടത്. We must immediately inform the customer about the receipt of the order. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഓർഡർ ഗാർണിഷി ഓർഡർ നിസി നമ്മൾ ബാങ്കിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്.
അപ്പോൾ ബാങ്കിന് പ്രൊവൈഡ് ചെയ്യുന്നത് ചിലപ്പോൾ മേ ബി അത് കസ്റ്റമർ അറിഞ്ഞിട്ടുണ്ടാവില്ല, ബാങ്കിൻ്റെ കസ്റ്റമർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ കസ്റ്റമറിൻ്റെ അടുത്ത് നമ്മൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻഫോം ചെയ്യുന്ന ഒരു കേസാണ് ഓർഡർ നെസ്സിയിൽ വരുന്നത്. ഓപ്പറേഷൻസ് സ്റ്റോപ്പ് ചെയ്യണം. അതേപോലെ തന്നെ കസ്റ്റമറിന് ഇങ്ങനെ ഒരു ഓർഡറിൻ്റെ റിസീപ്റ്റ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം അവരെ അറിയിക്കുകയും കൂടെ വേണം. അതാണ് ഓർഡർ നെസ്സി. ഇനി വരുന്നത് ഓർഡർ അബ്സല്യൂട്ട് ആണ്. ഓർഡർ അബ്സല്യൂട്ട് ആഫ്റ്റർ റിസീപ്റ്റ് ഓഫ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ദ ബാങ്ക് കോർട്ട് മേ ഇഷ്യൂ ഓർഡർ അബ്സല്യൂട്ട്. ബാങ്കിൽ നിന്നുള്ള എക്സ്പ്ലനേഷൻസ് ഓക്കെ ആണ്, നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള എക്സ്പ്ലനേഷൻസ് ബാങ്കിൽ നിന്ന് കിട്ടിയതിന് ശേഷം ഓർഡർ അബ്സല്യൂട്ട് പ്രൊവൈഡ് ചെയ്യും. ഓൺ റിസിപ്റ്റ് ഓഫ് ഓർഡർ അബ്സല്യൂട്ട് ബാങ്ക് ഹാസ് ടു പേ ദ എമൗണ്ട് ടു ദ കോർട്ട്. ഓർഡർ അബ്സല്യൂട്ട്, ഓർഡർ നെസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിനോട് സ്റ്റോപ്പ് പേയ്മെന്റ് എന്ന് മാത്രം പറയുന്നതാണ് ഓർഡർ നെസ്സിയിൽ വരുന്നത്. ഓർഡർ അബ്സല്യൂട്ടിന്റെ കേസിലാണെങ്കിലോ ബാങ്കിൽ വരുന്ന ആ എമൗണ്ട് കോർട്ടിലേക്ക് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് ഓർഡർ അബ്സല്യൂട്ട്. ഓക്കെ, അപ്പോൾ ഓർഡർ നെസ്സിയും ഓർഡർ അബ്സല്യൂട്ടും ഓർഡർ നെസ്സിയുടെ കേസിൽ ബാങ്കിന്റെ അടുത്ത് പറയുവാണ് ആ ഒരു അക്കൗണ്ട് റിലേറ്റ് ചെയ്തുള്ള ഓപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യൂ എന്ന് പറയുന്നതാണ് ഓർഡർ നെസ്സിയിൽ വരുന്നത്. ആ ഒരു ഓർഡർ നെസ്സി നമുക്ക് ആ ഒരു ബാങ്കിന് കിട്ടിക്കഴിഞ്ഞാൽ ആ ബാങ്കിന്റെ കസ്റ്റമർ ആരാണോ പേയ്മെന്റ് ചെയ്യാനുള്ളത്, ആരുടെ ബാങ്ക് അക്കൗണ്ട് ആണ് ഓപ്പറേഷൻസ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്, ആ വ്യക്തിയുടെ അടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഓർഡർ റിസീപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇൻഫോം ചെയ്യണം. പിന്നെ വരുന്ന ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓർഡർ നെസ്സി ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റേജ് ആണ് ഓർഡർ അബ്സല്യൂട്ട്. ഓർഡർ അബ്സല്യൂട്ടിന്റെ കേസിലാണെങ്കിൽ കോർട്ട് ഓർഡർ അബ്സല്യൂട്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ബാങ്കിൽ വരുന്ന എമൗണ്ട്, ബാങ്കിൽ എത്ര എമൗണ്ട് ആണോ ഉള്ളത് ആ ഒരു എമൗണ്ട് കോർട്ടിലേക്ക് പേയ്മെന്റ് ചെയ്യണം. അതായത് ഇപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന ആൾക്ക് എമൗണ്ട് കൊടുക്കാനുണ്ട്. അപ്പൊ ബി എന്ന് പറയുന്ന ആള് കോർട്ടിനെ സമീപിക്കുവാണ് എമൗണ്ട് റിക്കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ബി എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെ പോയത് കൊണ്ട്, ഇങ്ങനെ കോർട്ടിലേക്ക് പോയത് കൊണ്ട് കോർട്ട് ഇങ്ങനെ ഒരു ഓർഡർ നെസ്സി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ബി പറഞ്ഞ ഈ ഒരു ഓർഡർ പ്രകാരം എയുടെ ബാങ്ക് അക്കൗണ്ട് എല്ലാം സ്റ്റോപ്പ് ചെയ്യും, ഓപ്പറേഷൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ബിക്ക് എമൗണ്ട് കൊടുക്കാനുള്ളത് കൊണ്ടാണല്ലോ ബി കേസ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ബിക്ക് എമൗണ്ട് റിക്കവർ ചെയ്ത് കൊടുക്കേണ്ടത് കോർട്ടാണ്. അപ്പോൾ എയുടെ അക്കൗണ്ടിൽ വരുന്ന എമൗണ്ട് കോർട്ടിലേക്ക് പേയ്മെന്റ് ചെയ്ത് എ കൊടുക്കാനുള്ള എമൗണ്ട് എത്രയാണോ ആ ഒരു എമൗണ്ട് ബിക്ക് കോർട്ട് കൊടുക്കും. അതാണ് ഓർഡർ നെസ്സിയും ഓർഡർ അബ്സല്യൂട്ടും സിമ്പിൾ ആയിട്ട് ഈ ഗാർണിഷി ഓർഡറുടെ കേസ് പറയുമ്പോൾ. ഇനി വരുന്നത് ലീൻ ആണ്. ലീനിൽ രണ്ട് ടൈപ്പ് ലീനാണുള്ളത്. ഒന്ന് ജനറൽ ലീനും രണ്ടാമത്തത് പെർട്ടിക്കുലർ ലീനും. അതിൽ ജനറൽ ലീൻ വരുന്നത് സെക്ഷൻ 171. സെക്ഷൻ 171 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 171ലാണ് ജനറൽ ലീനിനെ കുറിച്ച് പറയുന്നത്. ബാങ്കേഴ്സ് ലീൻ ഓൾസോ നോൺ ആസ് ജനറൽ ലീൻ ഓർ ഇംപ്ലൈഡ് ക്രെഡിറ്റ്. ബാങ്കേഴ്സിന്റെ ലീനിനെ നമ്മൾ വിളിക്കുന്നതാണ് ജനറൽ ലീൻ ആണ്. ബാങ്കേഴ്സിന്റെ ലീൻ എന്ന് പറയുന്നത് ജനറൽ ലീൻ ആണ്, അല്ലെങ്കിൽ എന്താണ്, ഇംപ്ലൈഡ് പ്ലെഡ്ജ് ആണ്. ജനറൽ ലീൻ അല്ലെങ്കിൽ ഇംപ്ലൈഡ് പ്ലെഡ്ജ് ആണ് ബാങ്കേഴ്സ് ലീൻ എന്ന് പറയുന്നത്. ജനറൽ ലീൻ ഈസ് അപ്ലിക്കബിൾ ടു ബാങ്ക്. ജനറൽ ലീൻ ആണ് ആരുടേത്, ബാങ്കിന്റെ ലീൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ ലീൻ ആണ് ബാങ്കറിന്റെ ലീൻ വരുന്നത്. പിന്നെ വരുന്നത് പെർട്ടിക്കുലർ ലീൻ. പെർട്ടിക്കുലർ ലീൻ 170 ആണ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ 170ലാണ് പെർട്ടിക്കുലർ ലീനിനെ കുറിച്ച് പറയുന്നത്. എ പെർട്ടിക്കുലർ ലീൻ ഈസ് ദ റൈറ്റ് ടു റിറ്റെയിൻ പെർട്ടിക്കുലർ പ്രോപ്പർട്ടി അണ്ടർ ദ പെർട്ടിക്കുലർ ഡെപ്റ്റ് ഈസ് റിപ്പീഡ്. പെർട്ടിക്കുലർ ലീനിൽ എന്താ വരുന്നത്, ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ബാങ്കിന്റെ കൈവശം വെക്കാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ്. ലീൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി റൈറ്റ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ആ ഒരു റൈറ്റ് റിറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ഒരു പ്രോപ്പർട്ടി റിറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് ആണ് പെർട്ടിക്കുലർ ലീനിൽ വരുന്നത്. ഇതുവരെ ആ ഒരു ഡെപ്റ്റ്, ഒരു വ്യക്തി ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ടുണ്ട്, ലോൺ ഒരു പ്രോപ്പർട്ടിയുടെ വെച്ചിട്ടാണ്, പ്രോപ്പർട്ടിയുടെ മുകളിലാണ് ലോൺ എടുത്തിട്ടുള്ളതെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് ബാങ്കിനുണ്ട്. ഏതുവരെ, ആ അവരെടുത്തിട്ടുള്ള ലോൺ എമൗണ്ട് അവർ ക്ലോസ് ചെയ്യുന്നത് വരെ ഈ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് ബാങ്കിനുണ്ട്. അതാണ് പെർട്ടിക്കുലർ ലീൻ. അതാണ് രണ്ട് ടൈപ്പ് ലീന്, ജനറൽ ലീനും അതേപോലെ തന്നെ പെർട്ടിക്കുലർ ലീൻ. ബാങ്കിന്റെ ലീൻ എന്ന് പറയുന്നത് ജനറൽ ലീൻ ആണ്. പിന്നെ വരുന്നത് ഹൈപ്പോത്തിക്കേഷൻ ആണ്. ഹൈപ്പോത്തിക്കേഷൻ ഈസ് യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ചാർജ് അഗെയിൻസ്റ്റ് സെക്യൂരിറ്റി ഓഫ് മൂവബിൾ അസെറ്റ്. ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ചാർജ് അഗെയിൻസ്റ്റ് സെക്യൂരിറ്റി ഓഫ് മൂവബിൾ അസെറ്റ്. മൂവബിൾ അസെറ്റിന് മുകളിലുള്ള ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറയുന്നത്. ക്രിയേറ്റിംഗ് ചാർജ് അഗെയിൻസ്റ്റ് ദ സെക്യൂരിറ്റി ഓഫ് മൂവബിൾ
അസറ്റ്. ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവബിൾ ആയിട്ടുള്ള അസറ്റ്സിന്റെ മുകളിൽ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറയുന്നത്. ഓപ്പൺ ലോൺ ഫെസിലിറ്റി ഈസ് അനദർ നെയിം ഓഫ് ഹൈപ്പോത്തിക്കേഷൻ. ഹൈപ്പോത്തിക്കേഷന്റെ വേറൊരു പേരാണ് ഓപ്പൺ ലോൺ ഫെസിലിറ്റി. ഓപ്പൺ ലോൺ ഫെസിലിറ്റി എന്നുള്ളത് ഹൈപ്പോത്തിക്കേഷന്റെ വേറൊരു പേരാണ്. Under hypothecation, possession remains with the borrower. ഹൈപ്പോത്തിക്കേഷന്റെ കേസിൽ പൊസഷൻ ആരുടെ ഭാഗത്ത് തന്നെയായിരിക്കും? ബോറോവറുടെ കയ്യിൽ തന്നെ ആയിരിക്കും പൊസഷൻ ഉണ്ടാവുന്നത്. പൊസഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു എന്താണ് ഒരു സെക്യൂരിറ്റി വെച്ചിട്ടുണ്ടാവുന്ന ഒരു മൂവബിൾ അസറ്റ്, അതിന്റെ പൊസഷൻ എന്ന് പറയുന്നത് ബോറോവറുടെ കയ്യിലായിരിക്കും. ഇൻ ഫ്യൂച്ചർ ഹൈപ്പോത്തിക്കേഷൻ ക്യാൻ കൺവേർട്ട് ടു പ്ലെഡ്ജ്. ഫ്യൂച്ചറിൽ മേ ബി ഈ ഹൈപ്പോത്തിക്കേഷൻ എന്നുള്ളത് പ്ലെഡ്ജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സെക്ഷൻ 2 ഓഫ് സർഫാസി ആക്ട്. ഹൈപ്പോത്തിക്കേഷൻ വരുന്നത് സർഫാസി ആക്ടിലെ സെക്ഷൻ 2ലാണ് ഹൈപ്പോത്തിക്കേഷനെ കുറിച്ച് പറയുന്നത്. നെയ്തർ പൊസഷൻ ഓർ ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ഹൈപ്പോത്തിക്കേഷൻ. ഇത് രണ്ടും നമ്മൾ ഹൈപ്പോത്തിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പൊസഷനോ ഓണർഷിപ്പോ ഡയറക്റ്റ്ലി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒന്നും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ബോറോവറുടെ കയ്യിൽ തന്നെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. അപ്പോൾ ഹൈപ്പോത്തിക്കേഷനിൽ അത്രയാണ് പറയാനുള്ളത്. ചാർജ് ആണ് മൂവബിൾ അസറ്റ്, മെയിൻ ആയിട്ട് അത് മാത്രം പഠിക്കുക, എന്തായാലും പഠിക്കുക. സെക്യൂരിറ്റി ഓഫ് മൂവബിൾ അസറ്റിന്റെ മുകളിൽ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഹൈപ്പോത്തിക്കേഷനിൽ വരുന്നത്. മൂവബിൾ അസറ്റിന്റെ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഹൈപ്പോത്തിക്കേഷൻ. പിന്നെ പറയാനുള്ളത് പ്ലെഡ്ജ് അല്ലെങ്കിൽ പോണാണ്. പ്ലെഡ്ജ് ഓർ പോണാണ് പിന്നെ വരുന്നത്. സെക്ഷൻ 172 ആണ്. സെക്ഷൻ 172 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 സെക്ഷൻ 172 പ്ലെഡ്ജ് അല്ലെങ്കിൽ പോണിനെ കുറിച്ച് പറയുന്നത്. Pledge is a bailment of goods as a security for payment of debt or performance of promise. Pledge എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് ബെയിൽ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് ഗുഡ്സ് വെക്കുന്നതിനെയാണ് പ്ലെഡ്ജ് എന്ന് പറയുന്നത്. The person who transfer the goods is called a pledge. ആരാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തിനെയാണ് പ്ലെഡ്ജ് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ടു ഹോം ഗുഡ്സ് ട്രാൻസ്ഫേർഡ്, പ്ലെഡ്ജി. പ്ലെഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് ട്രാൻസ്ഫർ ചെയ്യുന്നു അതാണ് പ്ലെഡ്ജർ വരുന്നത്. ഇനി ആർക്കാണോ ചെയ്യുന്നത്, ടു ഹോം ആണെങ്കിൽ പ്ലെഡ്ജിയാണ്. ടു ഹോം ദ ഗുഡ്സ് ട്രാൻസ്ഫേർഡ് പ്ലെഡ്ജിയും, ആരാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്ലെഡ്ജറുമാണ്. പിന്നെ വരുന്നത് മോർട്ട്ഗേജ് ആണ്. മോർട്ട്ഗേജ് സെക്ഷൻ 58 ആണ്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലെ സെക്ഷൻ 58 മോർട്ട്ഗേജിനെ കുറിച്ച് പറയുന്നത്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 സെക്ഷൻ 58 മോർട്ട്ഗേജിനെ കുറിച്ച് പറയുന്നത്. മോർട്ട്ഗേജ് ഈസ് എ മെത്തേഡ് ഓഫ് ക്രിയേറ്റിംഗ് ചാർജ് ഓൺ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്. മുകളിൽ മൂവബിൾ പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഇവിടെ വരുന്ന മോർട്ട്ഗേജിന്റെ കേസിൽ വരുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിന്റെ മുകളിൽ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് മോർട്ട്ഗേജ് എന്ന് പറയുന്നത്. എഫക്റ്റഡ് ഓൺലി ഓൺ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിന് മുകളിൽ മാത്രമാണ് നമ്മൾ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന് മാത്രമേ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് മാത്രമേ നമുക്ക് മോർട്ട്ഗേജ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ദ ആക്ച്വൽ പൊസിഷൻ ഓഫ് ദ മോർട്ട്ഗേജ് പ്രോപ്പർട്ടീസ് ജനറലി വിത്ത് ദ മോർട്ട്ഗേജ്. ആക്ച്വൽ പൊസിഷൻ എന്ന് പറയുന്നത് ആരുടെ ആയിരിക്കും? മോർട്ട്ഗേജ് ചെയ്യുന്ന വ്യക്തി ആരാണോ അവരുടെ കയ്യിൽ തന്നെ ആയിരിക്കും ആക്ച്വൽ പൊസിഷൻ വരുന്നത്. പൊസിഷൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അപ്പോൾ മോർട്ട്ഗേജറുടെ കയ്യിൽ തന്നെ ആയിരിക്കും പൊസിഷൻ ഉണ്ടാകുന്നത്. In case the mortgagor fails to repay the loan, the mortgagee gets the right to recover the debt out of the sale proceeds of the mortgagor property. അപ്പോൾ മോർട്ട്ഗേജർ നമ്മൾ പറഞ്ഞു, മോർട്ട്ഗേജർ നമ്മൾ ആരാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ആരാണോ കൊടുക്കുന്നത്, ഇപ്പോൾ ലോൺ എടുക്കുന്നത് ആരാണോ ആ വ്യക്തിയാണ് ട്രാൻസ്ഫറർ അല്ലെങ്കിൽ മോർട്ട്ഗേജർ. അപ്പോൾ മോർട്ട്ഗേജർ ഈ ഒരു എമൗണ്ട്, ലോൺ എടുത്ത എമൗണ്ട് റീപേയ്മെന്റ് ചെയ്യുന്നില്ല. റീപേയ്മെന്റ് ചെയ്യാത്ത സമയത്ത് മോർട്ട്ഗേജ്, ഇപ്പോൾ ബാങ്കിലാണെങ്കിൽ ബാങ്ക്, അപ്പോൾ ബാങ്കിന് എന്ത് റൈറ്റ് കിട്ടും? ഈ ഒരു എമൗണ്ട്, ഈ ലോൺ എമൗണ്ട് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മോർട്ട്ഗേജ്, അവരൊരു പ്രോപ്പർട്ടി വെച്ചിട്ടുണ്ടാവുമല്ലോ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ആ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സെയിൽ ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന എമൗണ്ടിൽ നിന്നും ഈ ഒരു ലോണ് ക്ലോസ് ചെയ്തിട്ട് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രാൻസ്ഫറർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, റീപേയ്മെന്റ് ചെയ്തില്ല എങ്കിൽ. അപ്പോൾ ട്രാൻസ്ഫറർ മോർട്ട്ഗേജർ ആണ്, ട്രാൻസ്ഫറി മോർട്ട്ഗേജിയാണ്. പ്രിൻസിപ്പൽ മണി ആൻഡ് ഇൻട്രസ്റ്റ്, മോർട്ട്ഗേജിലെ പ്രിൻസിപ്പൽ മണീനെയും അതേപോലെ തന്നെ ഇൻട്രസ്റ്റിനെയും വിളിക്കുന്ന പേരാണ് മോർട്ട്ഗേജ് മണി. ഇൻസ്ട്രുമെന്റ് ബൈ വിച്ച് ദ ട്രാൻസ്ഫർ ഇസ് എഫക്റ്റഡ്, ആ ഒരു നമ്മൾ മോർട്ട്ഗേജ് ചെയ്യുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് മോർട്ട്ഗേജ് ഡീഡ്. അപ്പോൾ ഇൻ കേസ് ഓഫ് മോർട്ട്ഗേജർ ഫെയിൽസ് ടു റീപേ ലോൺ, ലോൺ റീപേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോർട്ട്ഗേജർ ഫെയിൽ ആകുവാണെങ്കിൽ
എന്താണ് എന്ത് പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ലാൻഡാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലാൻഡ് സെയിൽ ചെയ്തിട്ട് വരുന്ന എമൗണ്ടിൽ നിന്നും ആ ലോൺ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് മോഡ്ഗേജിക്ക് ഉണ്ട്. ഇനി മോഡ്ഗേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫറർ ആണ്, മോഡ്ഗേജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫറി ആണ്. പിന്നെ പ്രിൻസിപ്പൽ മണി ആൻഡ് ഇൻട്രസ്റ്റ്, മോഡ്ഗേജിലെ പ്രിൻസിപ്പൽ മണിനെയും അതേപോലെ തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റിനെയും വിളിക്കുന്ന പേരാണ് മോഡ്ഗേജ് മണി എന്നുള്ളത്. ഇൻസ്ട്രുമെന്റ്, ഈ ഒരു കാര്യങ്ങൾ മോഡ്ഗേജ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് മോഡ്ഗേജ് ഡീഡ്. പിന്നെ വരുന്നത് കൈൻഡ്സ് ഓഫ് മോഡ്ഗേജ്, മോഡ്ഗേജിന്റെ കൈൻഡ്സ് ആണ് അല്ലെങ്കിൽ ടൈപ്സ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്നത് സിമ്പിൾ മോഡ്ഗേജ്. സിമ്പിൾ മോഡ്ഗേജ് എന്ന് പറയുമ്പോൾ അണ്ടർ ദിസ് മോഡ്ഗേജ് ദ മോഡ്ഗേജ് ഡസ് നോട്ട് ഡെലിവർ ദ പൊസിഷൻ ഓഫ് മോഡ്ഗേജ് പ്രോപ്പർട്ടി. പൊസിഷൻ ഡെലിവർ ചെയ്യാത്ത ടൈപ്പ്, പൊസിഷൻ ഡെലിവർ ചെയ്യുന്നില്ല, ആ ഒരു ടൈപ്പാണ് മോഡ്ഗേജ് പ്രോപ്പർട്ടി. പൊസിഷൻ ഒന്നും നമ്മൾ ഡെലിവർ ചെയ്യുന്നില്ല എങ്കിൽ അതിനെയാണ് സിമ്പിൾ മോഡ്ഗേജ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് മോഡ്ഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ. ദ മോഡ്ഗേജർ സെൽസ് പ്രോപ്പർട്ടി ഓഫ് ദ മോഡ്ഗേജ് അണ്ടർ കണ്ടീഷൻസ്. അപ്പൊ നെയിമിൽ തന്നെയുണ്ട് കണ്ടീഷണൽ സെയിൽ എന്നുള്ളത്. കണ്ടീഷൻസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള മോഡ്ഗേജ് ആണ് മോഡ്ഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ. ദ സെയിൽ ഷാൽ ബിക്കം വോയിഡ് ഓൺ പേയ്മെന്റ് ഓഫ് ദ മോഡ്ഗേജ് മണി. അതായത് ഒരു സെർട്ടൻ കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് അറ്റൈൻ ചെയ്താൽ മാത്രം നമ്മൾ ബാലൻസ് എന്താണ് ഒരു പ്രോപ്പർട്ടി തിരിച്ചു കൊടുക്കുക, അല്ല ആണെങ്കിൽ അത് സെയിൽ ചെയ്യുക എന്നുള്ള രീതിയാണ് മോഡ്ഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ വരുന്നത്. അപ്പൊ അതില് സെയിൽ എപ്പോഴാണ്, സെയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വോയിഡ് ആവും എപ്പോഴും മോഡ്ഗേജ് മണി നമ്മൾ റീപേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, മോഡ്ഗേജ് മണി റീപേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെയിൽ വോയിഡ് ആയിട്ട് മാറും. ദ സെയിൽ ഷാൽ ബിക്കം അബ്സല്യൂട്ട് ഇഫ് ദ മോഡ്ഗേജർ ഫെയിൽസ് ടു റീപേ ദ എമൗണ്ട് ഓൺ എ സർട്ടൻ ഡേറ്റ്. സെയിൽ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ആയിട്ട് മാറും ഇഫ് ദ മോഡ്ഗേജർ ഫെയിൽസ് ടു റീപേ ദ എമൗണ്ട് ഓൺ എ സർട്ടൻ ഡേറ്റ്. നമ്മൾ മോഡ്ഗേജ് ചെയ്യുന്നത് ഒരു ഫിക്സഡ് ഡേറ്റിലേക്ക് ആയിരിക്കും. ഇപ്പോൾ 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ, അതും അല്ലെങ്കിൽ ഒരു 6 മന്ത്സിലേക്ക് അല്ലെങ്കിൽ ഒരു 2 മന്ത്സ് നമ്മൾ മോഡ്ഗേജ് ചെയ്യുന്നത്. ആ ഒരു സർട്ടൻ ഡേറ്റ് എക്സ്പയർ ആയിട്ടും നമ്മൾ റീപേയ്മെന്റ് ചെയ്യുന്നില്ല എങ്കിൽ എന്തായിട്ട് മാറും, അബ്സല്യൂട്ട് ആയിട്ട് മാറും. അത് സെയിൽ ചെയ്ത് കൺവേർട്ട് ചെയ്ത് മണിയൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു കണ്ടീഷൻ എന്ന് വെച്ചിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ മോഡ്ഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ ആണ്. കണ്ടീഷൻസ് വെച്ചിട്ട് പ്രോപ്പർട്ടി സെയിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് ഈ ഒരു സെക്കൻഡ് മോഡ്ഗേജ് ബൈ കണ്ടീഷണൽ സെയിലിൽ വരുന്നത്. പിന്നെ വരുന്നത് യൂസ് ഫാക്ടറി മോഡ്ഗേജ്. യൂസ് ഫാക്ടറിയിൽ വരുന്നത് ദ മോഡ്ഗേജ് ഈസ് ഓതറൈസ്ഡ് ടു റിറ്റെയിൻ ദ പൊസിഷൻ until the debt is repaid. The mortgage is authorized to retain possession until the debt is retained. ഡെപ്റ്റ് റീറ്റെയിൻ ചെയ്യുന്നത് വരെ അവർ എമൗണ്ട് ലോൺ, ആ ഒരു ലോൺ എമൗണ്ട് ചെയ്യുന്നത് വരെ ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യുക, റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി മോഡ്ഗേജിക്ക് കിട്ടുന്ന ആണ് യൂസ് ഫാക്ടറി. The mortgage is repaid. To recover the property. Property recover ചെയ്യാൻ വേണ്ടിയുള്ള റൈറ്റ് ഉണ്ട് എപ്പോൾ വരെ,
The mortgagee is authorized to retain the possession until the debt is repaid. Repayment ചെയ്യുന്നത് വരെ possession retain എന്തിനു വേണ്ടിയിട്ട് ലോൺ, അതായത് ലോൺ എമൗണ്ട് റീപേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി factory. The mortgagee is authorized to retain the possession until the debt is repaid. Repayment ചെയ്യുന്നത് വരെ മോർഗേജിക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? ആ ഒരു പ്രോപ്പർട്ടി എന്താണെന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അത് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് അതുവരെ ഉണ്ട്. The mortgagee reserve the right to recover the property when the money is repaid. മോർഗേജർക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് റിക്കവർ ചെയ്യാൻ, മണി നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ റീപേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോപ്പർട്ടി റിക്കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് മോർഗേജർക്ക് ഉണ്ട്. അതേപോലെ തന്നെ മോർഗേജിക്ക് ആ ഒരു പൊസിഷൻ റിറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് മോർഗേജിക്കും ഉണ്ട്. മോർഗേജർ ചെയ്യുന്ന വ്യക്തി ആരാണോ മോർഗേജ് ചെയ്യുന്നത് അവരെ മോർഗേജ് ആർക്കാണോ ചെയ്തു കൊടുക്കുന്നത്, ആരിലെ ഇപ്പോൾ ബാങ്കിലാണ് നമ്മൾ മോർഗേജ് ചെയ്യുന്നതെങ്കിൽ ബാങ്കാണ് മോർഗേജി, ഇപ്പം നമ്മൾ കസ്റ്റമേഴ്സ് ആണ് മോർഗേജർ. പിന്നെ വരുന്നത് ഇംഗ്ലീഷ് മോർഗേജ്. The mortgager also binds himself to pay the mortgage money on a certain date. The mortgagee has the right to sell the mortgaged property without seeking permission of the court in circumstances mentioned in section 69 of Transfer of Property Act. ഒരു ഇംഗ്ലീഷ് മോർഗേജിൽ സ്വയം ബ്ലൈൻഡ് ചെയ്യുന്ന ടൈപ്പാണ് ഇംഗ്ലീഷ് മോർഗേജിൽ വരുന്നത്. സ്വന്തമായിട്ട് ഒരു ബ്ലൈൻഡ് ചെയ്യുന്ന ടൈപ്പാണ്. അതായത് നമ്മൾ മോർഗേജ് മണി പേയ്മെന്റ് ചെയ്യുന്നതിന് സ്വന്തമായിട്ട് ഓക്കെ ആവില്ല എന്നുള്ള രീതിയിൽ, ആ ഒരു രീതിയിൽ വരുന്നത്. അതായത് നമ്മളുടെ കയ്യിൽ ഈ ഒരു പ്രോപ്പർട്ടി, നമ്മൾ മോർഗേജ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി സെയിൽ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള പെർമിഷൻ ഒന്നും വാങ്ങിക്കേണ്ടാത്ത ടൈപ്പാണ് ഇംഗ്ലീഷ് മോർഗേജ്. സ്വയം ബ്ലൈൻഡ് ചെയ്യുന്ന പോലെയാണ്. മോർഗേജ് ഇത് നമ്മൾ ഇപ്പോൾ ബാങ്കിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ബാങ്കിൽ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതൊരു പെർമിഷൻ നമ്മളുടെ അടുത്ത് പറഞ്ഞ് നമ്മളുടെ പെർമിഷൻ ഒന്നും വാങ്ങിക്കേണ്ടതിന്റെ ആവശ്യം ഈ ഒരു ഇംഗ്ലീഷ് മോർഗേജിൽ ഇല്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു മോർഗേജ് പ്രോപ്പർട്ടി സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇംഗ്ലീഷ് മോർഗേജ്. പിന്നെയുള്ളത് ഇക്വിറ്റബിൾ മോർഗേജ്. ഇക്വിറ്റബിൾ മോർഗേജ് എന്ന് പറയുമ്പോൾ ഇക്വിറ്റബിൾ മോർഗേജ് റിക്വയർസ് നോ രജിസ്ട്രേഷൻ ഒന്നും വേണ്ടാത്ത തരത്തിലുള്ള മോർഗേജ് ആണ് ഇക്വിറ്റബിൾ മോർഗേജ്. പിന്നെ വരുന്നത് അനോമലസ് മോർഗേജ്. അനോമലസ് മോർഗേജ് ഡസ് നോട്ട് ഫാൾ അണ്ടർ എനി ഓഫ് ദ ടേംസ് ഓഫ് മോർഗേജ്. നമ്മൾ മുകളിൽ പറഞ്ഞതൊന്നും അല്ലാത്ത ടൈപ്പ് വേറെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതാണ് അനോമലസ് മോർഗേജ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നമുക്കിനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് പഠിക്കാനുള്ളത്. നമ്മൾ മെയിൻ ഒരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് കംപ്ലീറ്റ്ലി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ബാങ്കിങ് റിലേറ്റ് ചെയ്തിട്ടില്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI. SBIയുടെ ഒറിജിൻ ആണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. നമ്മുടെ ഒറിജിൻ പോയിന്റ് വൈസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തതാണ്. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒറിജിൻ വരുമ്പോൾ ഫസ്റ്റ് വരുന്നത് ബാങ്ക് ഓഫ് കൽക്കത്തയാണ്. ബാങ്ക് ഓഫ് കൽക്കത്ത വന്നിട്ടുള്ള ഇയർ 2 ജൂൺ 1806. ഇതാണ് ബാങ്ക് ഓഫ് കൽക്കത്ത സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ്. ഓർഗനൈസ്ഡ് ഓൺ ചോദിച്ചു കഴിഞ്ഞാൽ 2 ജൂൺ 1806 ആണ് ബാങ്ക് ഓഫ് കൽക്കത്ത. പോയിന്റ് വൈസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഈ ഒരു ബാങ്ക് ഓഫ് കൽക്കത്തനെ എന്ത് ചെയ്തു? റീഡിസൈൻ ചെയ്തു ആസ് ബാങ്ക് ഓഫ് ബംഗാൾ. ബാങ്ക് ഓഫ് കൽക്കത്തനെ റീഡിസൈൻ അല്ലെങ്കിൽ റീനെയിം ചെയ്തു ബാങ്ക് ഓഫ് ബംഗാൾ ആയിട്ട്. എപ്പോഴ്? 2 ജാനുവരി 1809 ബാങ്ക് ഓഫ് കൽക്കത്തനെ റീഡിസൈൻ ചെയ്തു അല്ലെങ്കിൽ റീനെയിം ചെയ്തു ബാങ്ക് ഓഫ് ബംഗാൾ ആയിട്ട്. പിന്നെ വരുന്ന ഒരു ബാങ്കാണ് ബാങ്ക് ഓഫ് ബോംബെ. 15 ഏപ്രിൽ 1840. ബാങ്ക് ഓഫ് ബോംബെയുടെ ഡേറ്റ് വരുന്നത് 15 ഏപ്രിൽ 1840 ആണ്. പിന്നുള്ളത് ബാങ്ക് ഓഫ് മദ്രാസ്.
ബാങ്ക് ഓഫ് മദ്രാസ് 1st ജൂലൈ 1843. ഇത്രയാണ് മെയിനായിട്ട് ഫസ്റ്റ് ഉണ്ടായിരുന്ന 3 ബാങ്ക്സ് എന്ന് പറയുന്നത്. ബാങ്ക് ഓഫ് കൽക്കത്ത, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ്. അതിൽ ബാങ്ക് ഓഫ് കൽക്കത്തയുടെ നെയിം ചേഞ്ച് ചെയ്തു, റീഡിസൈൻ ചെയ്തു, ബാങ്കിനെ തന്നെ ബാങ്ക് ഓഫ് ബംഗാൾ ആക്കി മാറ്റി. അപ്പം ഇത്രയാണ് ഫസ്റ്റ് വരുന്ന 3 ബാങ്ക്സ്. പിന്നെ ഈ ഒരു 3 ബാങ്ക്സിനെ, ബാങ്ക് ഓഫ് ബംഗാളിനെ കൽക്കട്ടേനെ നെയിം ചേഞ്ച് ചെയ്തതാണ് ബംഗാൾ. അപ്പോൾ ബാങ്ക് ഓഫ് ബംഗാൾ, അതേപോലെ തന്നെ ബാങ്ക് ഓഫ് ബോംബെ, അതേപോലെ തന്നെ ബാങ്ക് ഓഫ് മദ്രാസ്. ഈ ഒരു 3 ബാങ്ക്സിനെ കൂടി വിളിക്കുന്ന പേരാണ് പ്രസിഡൻസി ബാങ്ക്സ്. അപ്പോൾ ബാങ്ക് ഓഫ് കൽക്കത്ത മാറ്റിയിട്ട് ബാങ്ക് ഓഫ് ബംഗാളായി മാറി. ഈ ബാങ്ക് ഓഫ് ബംഗാളും ബോംബെയും മദ്രാസും, ഈ 3 ബാങ്ക്സിനെ കൂടി വിളിക്കുന്ന പേരാണ് പ്രസിഡൻസി ബാങ്ക്സ്. And the Presidency Bank Act came into operation on 1st 1876. 1st May 1876 പ്രസിഡൻസി ബാങ്ക് ആക്ട് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തത് 1st May 1876. പിന്നെ വരുന്നത് these 3 banks were amalgamated as the Imperial Bank of India on 27 January 1921. ഈ 3 ബാങ്ക്സും അമാൽഗമേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറി? ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറി. ഈ 3 പ്രസിഡൻസി ബാങ്ക്സും കൂടെ അമാൽഗമേറ്റ് ചെയ്തിട്ട് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറി. എപ്പോഴാണ്? 27 ജാനുവരി 1921. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ബാങ്ക് ഓഫ് കൽക്കത്തയാണ്. ബാങ്ക് ഓഫ് കൽക്കത്ത 2 ജൂൺ 1886 ആണ് വരുന്നത്. അതിൻ്റെ നെയിം ചേഞ്ച് ചെയ്ത് ബാങ്ക് ഓഫ് കൽക്കത്ത എന്നുള്ള നെയിം ചേഞ്ച് ചെയ്തിട്ട് ബംഗാളാക്കി മാറ്റിയിട്ടുണ്ട്. 2 ജാനുവരി 1809 ആണ് വരുന്നത്. പിന്നെ വരുന്നത് ബാങ്ക് ഓഫ് ബോംബെ 15 ഏപ്രിൽ 1840. ബാങ്ക് ഓഫ് മദ്രാസ് 1st ജൂലൈ 1843. ഈ ഒരു 3 ബാങ്ക്സ്, ബാങ്ക് ഓഫ് കൽക്കത്തയും ബാങ്ക് ഓഫ് ബംഗാൾ, കൽക്കത്തനെ റീനെയിം ചെയ്ത ബാങ്ക് ഓഫ് ബംഗാളും മദ്രാസും ബോംബെയും കൂടിയിട്ട് പ്രസിഡൻസി ബാങ്ക്സ് എന്ന് വിളിക്കുന്നു. പ്രസിഡൻസി ബാങ്ക്സ് ആക്ട് വന്നിട്ടുള്ളത് 1st May 1876. ഈ 3 പ്രസിഡൻസി ബാങ്ക്സും കൂടെ കൂടിയിട്ട് അമാൽഗമേറ്റ് ചെയ്തിട്ട് പിന്നീട് എന്തായി മാറി? ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറി. എപ്പോഴാണ്? 27 ജാനുവരി 1921. The name Imperial Bank of India was suggested by Lord John Keynes. Imperial Bank of India എന്നുള്ള നെയിം സജസ്റ്റ് ചെയ്തതാരാണ്? ലോർഡ് ജോൺ കെയ്ൻസ് ആണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള നെയിം സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓൺ 1st ജൂലൈ 1955 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ became the State Bank of India. 1st ജൂലൈ 1955 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്തായിട്ട് മാറിയത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറിയത്. 1st ജൂലൈ 1955 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്തായിട്ട് മാറി? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറി. പിന്നെ നമ്മൾ SBIനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒറിജിൻ ഇപ്പോൾ പറഞ്ഞു. ഇനി നമ്മൾ SBIനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുവാണ്. അതിൽ ഫസ്റ്റ് SBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. SBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത് മുംബൈയിലാണ്. On 2nd June 1956 other 8 state-owned banks were nationalized and they are called associate banks. June 2nd 1956 ജൂൺ 2 1956 8 സ്റ്റേറ്റ് ഓൺഡ് ബാങ്ക്സ് എന്ത് ചെയ്തു? നാഷണലൈസ് ചെയ്തു. എന്ത് വിളിക്കുന്നു? അസോസിയേറ്റ് ബാങ്ക്സ്. 2nd ജൂൺ 1956 8 സ്റ്റേറ്റ് ഓൺഡ് ബാങ്ക്സ് നാഷണലൈസ് ചെയ്തു. അതിനെ വിളിക്കുന്നതാണ് അസോസിയേറ്റ് ബാങ്ക്സ്. In 1959 the government passed the SBI Subsidiary Banks Act. 1959 ഗവൺമെന്റ് എന്ത് പാസ് ചെയ്തു? SBI സബ്സിഡിയറി ബാങ്ക്സ് ആക്ട് പാസ് ചെയ്തു. ഈ 8 ബാങ്ക്സ് നമ്മൾ അമാൽഗമേറ്റ് ചെയ്തു അല്ലെങ്കിൽ നാഷണലൈസ് ചെയ്തു നമ്മൾ പറഞ്ഞു. 8 സ്റ്റേറ്റ് ഓൺഡ് ബാങ്ക്സ്. അപ്പോൾ ഈ നാഷണലൈസ്ഡ് ബാങ്ക്സിന് ആ ഒരു ഏത് ആക്ട് പ്രകാരം? SBI സബ്സിഡിയറി ബാങ്ക്സ് ആക്ട് പ്രകാരമാണ്. അപ്പോൾ ഇത് അസോസിയേറ്റ്സ് ആയിട്ട് മാറി, അസോസിയേറ്റ് ബാങ്ക്സ് ആയിട്ട് മാറി. അപ്പോൾ അത് ഏതൊക്കെയാണ്? ഈ ബാങ്ക്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്,
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, പാട്യാല, ട്രാവൻകൂർ, സൗരാഷ്ട്ര, ഇൻഡോർ. ഇതാണ് ഈ 8 നാഷണലൈസ് ചെയ്ത ബാങ്ക്സ്. ഇതാണ്. അപ്പൊ ഇതാണ് ഈ 8 നാഷണലൈസ് ചെയ്ത ഇൻഡോർ, സൗരാഷ്ട്ര, പാട്യാല, മൈസൂർ, പാട്യാല, ഇപ്പൊ നമ്മൾ ഹെഡ് ക്വാർട്ടേഴ്സ് പറഞ്ഞു. SBIയുടെ മുംബൈയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. 2 ജൂൺ 1956 8 സ്റ്റേറ്റ് ഓൺഡ് ബാങ്ക്സ് നാഷണലൈസ് ചെയ്തിട്ടുള്ളത്. അതിനെ വിളിക്കുന്ന പേരാണ് അസോസിയേറ്റ് ബാങ്ക്സ് എന്നുള്ളത്. 1959 ഗവൺമെന്റ് ഈ ഒരു സബ്സിഡിയറി ബാങ്ക്സ് ആക്ട് പാസ് ചെയ്തു. അത് പ്രകാരമാണ് ഈ ഒരു 8 ബാങ്ക്സ് അസോസിയേറ്റ്സ്, SBIയുടെ അസോസിയേറ്റ്സ് ആയിട്ട് മാറിയത്. അതിൽ ഫസ്റ്റ് പറഞ്ഞത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനർ ആണ്. പിന്നെ വരുന്നത് ജയ്പൂർ, പിന്നെ വരുന്നത് ഹൈദരാബാദ്, മൈസൂർ, പാട്യാല, ട്രാവൻകൂർ, സൗരാഷ്ട്ര, ഇൻഡോർ. ഇതാണ് ഈ 8 ബാങ്ക്സ്, 8 നാഷണലൈസ്ഡ് ബാങ്ക്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. പിന്നെ വരുന്നത് ഇൻ 1963 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനർ ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ജയ്പൂർ വർ അമാൽഗമേറ്റഡ് ടു ഫോം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനർ ആൻഡ് ജയ്പൂർ. 1963 എന്ത് ചെയ്തു? ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനറും അതേപോലെ തന്നെ ജയ്പൂറും നമ്മൾ പറഞ്ഞു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനറും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനറും കൂടെ അമാൽഗമേറ്റ് ചെയ്തിട്ട് എന്തായി മാറി? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനർ ആൻഡ് ജയ്പൂർ ആയിട്ട് മാറി. ഓഗസ്റ്റിൽ 2008 ഓഗസ്റ്റിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര SBI ആയിട്ട് മെർജ് ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര SBI ആയിട്ട് മെർജ് ചെയ്തു. 2009 ജൂണിലോ ഇൻഡോർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോറും SBI ആയിട്ട് മെർജ് ചെയ്തു. ഫസ്റ്റ് ഫോർ 2017 5 അസോസിയേറ്റ് ബാങ്ക്സ്, 5 അസോസിയേറ്റ് ബാങ്ക്സ് കൂടെ SBIയിൽ മെർജ് ചെയ്തു. അപ്പോൾ 1963 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനൂറും അതേപോലെ തന്നെ ജയ്പൂറും അമാൽഗമേറ്റ് ചെയ്തിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനർ ആൻഡ് ജയ്പൂർ ആയിട്ട് മാറി. ഓഗസ്റ്റ് 2008 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര SBI ആയിട്ട് മെർജ് ചെയ്തു. ജൂൺ 2009 ഇൻഡോർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോർ SBI ആയിട്ട് മെർജ് ചെയ്തു. പിന്നീട് ഫസ്റ്റ് ഏപ്രിൽ 2017 ബാക്കി ഉണ്ടായിരുന്ന 5 അസോസിയേറ്റ് ബാങ്ക്സ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനർ ആൻഡ് ജയ്പൂർ ആയിട്ട് മാറി, നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ വരുന്നത് ഹൈദരാബാദ്, മൈസൂർ, അങ്ങനെയുള്ള 5 അസോസിയേറ്റ് ബാങ്ക്സ് കൂടെ SBI ആയിട്ട് മെർജ് ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനൂറും ആൻഡ് ജയ്പൂറും, ഹൈദരാബാദ്, മൈസൂർ, ട്രാവൻകൂർ, പാട്യാല.
ഈ 5 ബാങ്ക്സ് കൂടെ SBI ആയിട്ട് മെർജ് ചെയ്തു. പിന്നെ SBI is the largest commercial bank in India. ഇന്ത്യയിലെ ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ് SBI എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ബാങ്ക് ഇൻ ദ വേൾഡ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് ബ്രാഞ്ചസ്. ബ്രാഞ്ചസിന്റെ കേസിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ലാർജസ്റ്റ് ആയിട്ടുള്ള ബാങ്ക് ആണ് SBI എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് SBI വാസ് ഡോക്ടർ ജോൺ മത്തായി. ഫസ്റ്റ് ചെയർമാൻ, SBIയുടെ ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ ജോൺ മത്തായി ആണ്. SBI വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് വിച്ച് ഓപ്പൺഡ് എ ബ്രാഞ്ച് ഇൻ ചൈന. ചൈനയിൽ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ആണ് SBI എന്ന് പറയുന്നത്. ചൈനയിൽ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ആണ് SBI എന്ന് പറയുന്നത്. SBI is owned by ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. SBI ഓൺ ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് SBI ഓൺ ചെയ്യുന്നത്. SBI is the largest public sector bank in India. SBI എന്ന് പറയുന്നത് എന്താണ്? ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ആണ്. ഇന്ത്യയിലെ ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ആണ് SBI എന്ന് പറയുന്നത്. SBI coordinates ക്ലിയറിംഗ് ഹൗസ് ആക്ടിവിറ്റീസ് ഇൻ കേരള. SBI എന്ത് ചെയ്യുന്നുണ്ട്? കേരളത്തിലെ ക്ലിയറിംഗ് ഹൗസ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് SBI. ഇനി ഗ്രീൻ കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? SBI ആണ് ഗ്രീൻ കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. റീസർച്ച് ആൻഡ് ഇന്ത്യ ബോണ്ട് RIB എന്ന് പറയുന്നത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് SIB ആണ്. റീസർച്ച് ആൻഡ് ഇന്ത്യ എന്ന് പറയുന്ന ബോണ്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത് SBI ആണ്. SBIയുടെ ഇന്റഗ്രേറ്റഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് യോനോ എന്നുള്ളത്. യോനോ എന്നുള്ളത് SBIയുടെ പ്ലാറ്റ്ഫോമിന്റെ പേരാണ്. യു ഓൺലി നീഡ് വൺ എന്നുള്ളതാണ് യോനോയുടെ ഫുൾ ഫോം. യു ഓൺലി നീഡ് വൺ. ഫസ്റ്റ് വുമൺ ചെയർപേഴ്സൺ ഓഫ് SBI എന്ന് പറയുന്നത് അരുന്ധതി ഭട്ടാചാര്യയാണ്. ഫസ്റ്റ് വുമൺ ചെയർപേഴ്സൺ ഓഫ് SBI എന്ന് പറയുന്നത് അരുന്ധതി ഭട്ടാചാര്യയാണ്. SBI എന്ന് പറയുന്നത് ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ ആണ്. ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് ജോൺ മത്തായി ആണ്. ചൈനയിൽ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്നത് SBI ആണ്. SBI ഓൺ ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഓൺ ചെയ്യുന്നത്. പബ്ലിക് സെക്ടർ ബാങ്ക് ആണ്. ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ ആണ് SBI എന്ന് പറയുന്നത്. കേരളത്തിലെ ക്ലിയറിംഗ് ഹൗസ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്നത് SBI ആണ്. ഗ്രീൻ കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് SBI ആണ്. റീസർച്ച് ആൻഡ് ഇന്ത്യ ബോണ്ട് എന്ന് പറയുന്ന RIB എന്ന് പറഞ്ഞ ബോണ്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളതും SBI ആണ്. ഇനി SBIയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് യോനോ എന്നുള്ളത്. യോനോയുടെ ഫുൾ ഫോം ആണ് യു ഓൺലി നീഡ് വൺ എന്നുള്ളത്. ഫസ്റ്റ് വുമൺ ചെയർപേഴ്സൺ ഓഫ് SBI എന്നുള്ള ഫസ്റ്റ് വുമൺ ചെയർപേഴ്സൺ ഓഫ് SBI എന്ന് പറയുന്നത് അരുന്ധതി ഭട്ടാചാര്യയാണ്. ഇന്ത്യസ് ഫസ്റ്റ് ഫ്ലോട്ടിംഗ് ATM ലോഞ്ച് ചെയ്തിട്ടുള്ളത് SBI ആണ്. ഫാം ഗ്രാജുവേറ്റ് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ SBI ഇൻ 1969. ഫാം ഗ്രാജുവേറ്റ് സ്കീം എന്ന് പറഞ്ഞ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഫാമേഴ്സ് ഗ്രാജുവേറ്റ് ആൻഡ് സ്മോൾ ഫാമേഴ്സ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഫാമേഴ്സ് ഗ്രാജുവേറ്റ് ആൻഡ് സ്മോൾ ഫാമേഴ്സ് സ്കീം എന്ന് പറഞ്ഞൊരു സ്കീം കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. The concept of banker's check was introduced by SBI in 1976. 1976 ബാങ്കേഴ്സ് ചെക്ക് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് SBI ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇക്വിറ്റി ഫണ്ട് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തതും SBI ആണ്. 1978 ഇക്വിറ്റി ഫണ്ട് സ്കീം എന്ന് പറഞ്ഞ ഒരു സ്കീമും കൂടെ SBI ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. SBI Capital Markets Limited was started for merchant banking assistance in 1986. 1986 സ്റ്റാർട്ട് ചെയ്തതാണ് SBI Capital Markets Limited എന്ന് പറയുന്നത്. ഒരു മെർച്ചന്റ് ബാങ്കിങ് അസിസ്റ്റൻസ് ആണ് ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് ലിമിറ്റഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. The policy adopted by SBI to bring back its old customers തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് SBI അഡോപ്റ്റ് ചെയ്ത പോളിസിയുടെ പേരാണ് ബാങ്ക് വാപ്പസി എന്നുള്ളത്. SBI അഡോപ്റ്റ് ചെയ്ത ഒരു പോളിസിയാണ് ഓൾഡ് കസ്റ്റമേഴ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ത്യയുടെ ഫസ്റ്റ് ഫ്ലോട്ടിംഗ് ATM ലോഞ്ച് ചെയ്തിട്ടുള്ളത് SBI ആണ്. ഫാം ഗ്രാജുവേറ്റ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് SBI ആണ്. 1969 ഫാമേഴ്സ് ഗ്രാജുവേറ്റ് ആൻഡ് സ്മോൾ ഫാമേഴ്സ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതേപോലെ തന്നെ ബാങ്കേഴ്സ് ചെക്ക് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് SBI ആണ്. 1976 1978 ഇക്വിറ്റി ഫണ്ട് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തു. SBI ക്യാപിറ്റൽ മാർക്കറ്റ് ലിമിറ്റഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 1986 തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള പോളിസിയാണ് ബാങ്ക് വാപ്പസി എന്നുള്ളത്. പിന്നെ വരുന്നത് SBIയുടെ സ്ലോഗൺ ആണ് നാഷണൽ ബാങ്ക് ഓൺ അസ് എന്നുള്ളത് SBIയുടെ ഒരു സ്ലോഗൺ ആണ്. ദ ബാങ്കർ ടു എവറി ഇന്ത്യൻ ആണ്. ബാങ്ക് ഓഫ് ദി കോമൺ മാൻ
പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് എന്നുള്ളത് ഒരു സ്ലോഗൻ ആണ്. അതേപോലെ അതും ഓൾ ദ ബിഐയുടെ സ്ലോഗൻ ആണ് വരുന്നത്. ആണോ? ക്ലിയർ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ പറയാം. ക്ലിയർ?